to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we have learnt how to convert percentage of profit on invoice price to percentage of profit on cost price and vice versa. Today we are going to discuss how to calculate closing stock. X of Colombo consigned goods of the cost of rupees 20,000 to his agent Y at Cochin and incurred rupees 4,000 for packing, forwarding and freight. Y took delivery of the goods after spending rupees 6,000 for duty and clearing charges. He sold 3/4 of the goods for rupees 30,000, for which he is entitled to a commission of 5%. His sales expenses amounted to rupees 600. Prepare consignment account after showing the valuation of unsold stock. This is the question. നമുക്ക് ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ഇൻ ദിസ് കേസ് ദ കൺസൈനർ ഈസ് എക്സ് ആൻഡ് കൺസൈനി വൈ. കൺസൈനർ ആണ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആണ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് ആർക്ക്? വൈക്ക്. അപ്പോൾ കൺസൈനി വൈ. കൺസൈനർ എക്സ്, കൺസൈനി വൈ. നമ്മൾ ആരുടെ ബുക്സ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ, ദാറ്റ് മീൻസ് ഇൻ ദ ബുക്സ് ഓഫ് എക്സ്. ഓക്കെ, ഫസ്റ്റ് കാൽക്കുലേഷൻ വർക്കിംഗ് നോട്ടാണ്. ഫസ്റ്റ് വർക്കിംഗ് നോട്ടാണ് ഹൗ ടു കാൽക്കുലേറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഹൗ ടു കാൽക്കുലേറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ടോട്ടൽ ഗുഡ്സ് സെൻഡ് ചെയ്തത് എത്രയാണ്? 20,000 ആണ്. അപ്പം എക്സ് സെൻഡ് ഗുഡ്സ് വർത്ത് rupees 20,000 ടു വൈ ആണ്. അപ്പം ഗുഡ്സ് സെൻഡ്, ദ വാല്യൂ ഓഫ് ഗുഡ്സ് സെൻഡ് rupees 20,000. ദെൻ how much sold? 3/4 of the goods is sold. 3/4 of the goods is sold. അപ്പം 20,000 into 3/4 that is 15,000. അപ്പം വാല്യൂ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയുമ്പം എത്ര വരുന്നു? 5,000. അപ്പോൾ 5,000 റുപ്പീസിൻ്റെ സ്റ്റോക്കാണ് എന്ത് ചെയ്യാനുള്ളത്? ഇനി വിൽക്കാനായിട്ടുള്ളത്. അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി അത് മാത്രമല്ല, നമ്മൾ വാല്യുവേഷന് നമ്മളൊരു ഫോർമാറ്റ് പഠിച്ചതാണ്. കോസ്റ്റ് ഓഫ് അൺസോൾഡ് ഗുഡ്സ്, ആഡ് പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസസ് ഓഫ് ദ കൺസൈനർ, ദെൻ പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ്, നോൺ റിക്കറിംഗ് എക്സ്പെൻസസ് ഓഫ് ദ കൺസൈനി. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും, ആ റിസൾട്ടൻറ്റ് ഫിഗർ ആയിരിക്കും എന്തെന്ന് പറയുക? വാല്യൂ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ വാല്യൂ ഓഫ് കൺസൈൻഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ വാല്യൂ നമുക്ക് 5,000 കിട്ടി. 20,000 മൈനസ് 15,000, അതായത് 20,000 ടോട്ടൽ ഗുഡ്സ് ആൻഡ് 3/4 സോൾഡ്. അപ്പോൾ 15,000, ബാലൻസ് ഫിഗർ 5,000. ഓക്കെ, ദെൻ കോസ്റ്റ് ഓഫ് അൺസോൾഡ് ഗുഡ്സ് 5,000. കോസ്റ്റ് ഓഫ് അൺസോൾഡ് ഗുഡ്സ് 5,000 ആണ്. ദെൻ ആഡ് പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസസ് ഓഫ് എക്സ്. എക്സിൻ്റെ എക്സ്പെൻസസ് ആണ്. എക്സ് എത്ര രൂപയാണ് ഈ ഗുഡ്സ് സെൻഡ് ചെയ്ത സമയത്ത് ചിലവാക്കിയെന്നുള്ളതാണ്. അപ്പോൾ എത്രയാണ്? 4,000 റുപ്പീസാണ് അയാൾ ക്ലിയറിംഗ് ചാർജസും ഒക്കെ ആയിട്ട് പിന്നെ ഫോർവേഡിങ് ചാർജും ക്ലിയറിംഗ് ചാർജസും ഒക്കെ ആയിട്ട് എക്സ് സ്പെൻഡ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 4,000 ആണ്. അതിൽ 3/4 വിറ്റു. ഇനി എത്രയാണ് വിൽക്കാനുള്ളത്? 1/4 ആണ് അൺസോൾഡ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 1/4 എടുക്കുന്നു. 4,000 ഇൻറ്റു 1/4. ഓക്കെ അല്ലേ? 4,000 ഇൻറ്റു 1/4. അപ്പോൾ എത്ര കിട്ടും? 1,000. അപ്പം 1000 രൂപ, ഈ 4,000 രൂപ ചിലവാക്കിയത് ടോട്ടൽ ഗുഡ്സിനാണ്, 4-നാണ്. അതിൽ 1 പോർഷനാണ് ഇനി വിൽക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ 1-ന് എത്ര? അതാണ് 1,000. ഓക്കെ ആണല്ലോ? ദെൻ സെക്കൻഡ്, again add proportionate non-recurring expenses of Y. non-recurring expenses of Y. അപ്പം വൈയുടെ ഗോഡൗണിൽ എത്തുന്നതിന് മുമ്പ് വരെ ആ ഗുഡ്സിന്മേൽ എത്ര രൂപയാണോ സ്പെൻഡ് ചെയ്തത് അതാണ് നോൺ റിക്കറിങ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം അവിടുത്തെ വൈ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 6,000 ആണ്. ആ 6,000-ൻ്റെ 1/4 എടുക്കുന്നു. 6,000 ഇൻറ്റു 1/4 എടുക്കുന്നു. 1,500. ഓക്കെ അല്ലേ? 6,000 ഇൻറ്റു 1/4. ഓക്കെ, അപ്പം 1,500 ഇടുന്നു. അപ്പോൾ 5,000 പ്ലസ് 1,000 പ്ലസ് 1,500, അങ്ങനെ 7,500 ആണ് എന്തെന്ന് പറയുക? വാല്യൂ ഓഫ് കൺസൈൻഡ് സ്റ്റോക്ക് ഓർ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ അതിൻ്റെ വർക്കിംഗ് നോട്ടാണ് ആദ്യം ചെയ്തത്. വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ചെയ്തത്. ദെൻ ഇൻ ദ ബുക്സ് ഓഫ് എക്സ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഇൻ ദ ബുക്സ് ഓഫ് എക്സ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ഫസ്റ്റ് ഐറ്റം ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് ആണ്. വൈക്ക് എക്സ് സെൻഡ് ചെയ്ത ഗുഡ്സ് എത്രയാണ്? കോസ്റ്റ് 20,000 ആണ്. അപ്പോൾ 20,000 റുപ്പീസ് എഴുതി. ഫസ്റ്റ് ഐറ്റം ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് 20,000. ഡേറ്റ് കോളം ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. ഇവിടെ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് കോളത്തിൽ ഒന്നും തന്നെ എഴുതാഞ്ഞത്. ഓക്കെ അല്ലേ? Then second item expenses met by X ആണ്. expenses met by X, അതായത് നമ്മൾ പറഞ്ഞു ആ വർക്കിംഗ് നോട്ടിൽ പറഞ്ഞു
4,000 rupees എക്സ്പെൻസസ് ആര് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? എക്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ടു ബാങ്ക് 4,000. Again, expenses met by Y. Expenses met by Y. That means expenses met by consignee. Consignee expenses met ചെയ്താൽ നമ്മൾ എന്തെന്നാണ് എഴുതുന്നത്? ടു Y, ടു consignee എന്നാണ് എഴുതുന്നത്. എത്രയാണ്? 6,000 rupees ആണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ സെയിൽ പ്രൊസീഡിലേക്ക് പോവുക. എത്ര രൂപയുടെ ഗുഡ്സ് ആണ് വിറ്റത്? നമ്മൾ 20,000 rupees ഗുഡ്സ് ആണ് സെൻഡ് ചെയ്തത്. അതിൻ്റെ 3/4 ആണ് വിറ്റത്. വിറ്റ എമൗണ്ട് എന്ന് പറയുന്നത് 30,000 ആണ്. ഓക്കെ ആണല്ലോ? അതായത് 20,000 rupees ഗുഡ്സ് ആണ് സെൻഡ് ചെയ്തത്. അതിൻ്റെ 3/4 വിറ്റു എന്നും പറയുന്നു. അപ്പോൾ ബാലൻസ് 1/4 അത് അൺസോൾഡ്. അപ്പം ആ 3/4 വിറ്റത് എത്ര രൂപയ്ക്കാണ്? 30,000 rupees ആണ്. ആ സെയിൽ പ്രൊസീഡ്സ് ആണ്. ബൈ കൺസൈനി എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് എഴുതുന്നു? 30,000 എഴുതി കാണിക്കുന്നു. ദെൻ അത് കഴിഞ്ഞാൽ 30,000 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കണ്ടുപിടിക്കേണ്ടത് കൺസൈനിയുടെ കമ്മീഷനാണ്. കമ്മീഷൻ ഓൺ കൺസൈൻമെൻ്റ് ആണ്. കമ്മീഷൻ എഴുതുമ്പോൾ നമ്മൾ ടു കൺസൈനി എന്നാണ് എഴുതേണ്ടുന്നത്. ടു വൈ കൺസൈനി എന്ന് എഴുതുന്നു, ടു വൈ എഴുതുന്നു. 30,000 rupees. 30,000 into 5/100. That means 5% of sale proceeds ആണ്. 5% of sale proceeds ആണ്. അപ്പോൾ 30,000 into 5/100. അപ്പം എമൗണ്ട് 1,500 കമ്മീഷൻ കിട്ടി. ഇനി നമ്മൾ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടുന്നത്. ബൈ കൺസൈൻഡ് സ്റ്റോക്ക് എന്ന് എഴുതുന്നു. നമ്മൾ വർക്കിംഗ് നോട്ടിൽ കണ്ടുപിടിച്ച ഫിഗർ 7,500 ആണ്. ആ ഫിഗർ എഴുതി. അപ്പം ഈ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എഴുതേണ്ടുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദ റിസൾട്ട് ഈസ് പ്രോഫിറ്റ്. ഓക്കെ, ഇവിടെയും എന്ത് തന്നെയാണ്? ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. 30,000 + 7,500 37,500 ടു സൈഡിൽ എഴുതി. അക്കൗണ്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5,400 ആണ്. അങ്ങനെ 5,400 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ കൺസൈൻമെൻറ്റിൻ്റെ പ്രോഫിറ്റ് ആണ്.